അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ നബിയുള്ളാഹി ഖളിർ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിൽപ്പെട്ട ഒരു പ്രവാചകനാണ്. ഒരുപാട് ഇൽമുകൾ ലഭിച്ച, ഒരുപാട് ഹിക്മത്തുള്ള പ്രവാചകനും കൂടിയ നബിയുള്ളാഹി മൂസ അലൈഹിസ്സലാം അടക്കം ഖിദ്ർ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ പോയി ഇൽമു പഠിച്ചതായി പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ആ ഖിദ്ർ നബി അലൈഹി സ്വലാമിനെ അനുസ്മരിക്കുന്നത് ഇബാദത്താണ്. ആ ഖിദ്ർ നബി അലൈഹി സ്വലാമിന് മഹത്വം ചൊല്ലുന്നത്, അവിടുത്തെ പേരിൽ ഖുർആൻ ഓതുന്നത് നമ്മുടെ മക്കൾക്ക് ബുദ്ധിശക്തി കൂടാനും മക്കൾക്ക് ഇൽമു വർദ്ധിച്ചു കിട്ടുവാനും ഒരു കാരണമാകാൻ സാധ്യതയുണ്ടോ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഖിദ്ർ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു സ്വഭാവം, സുബ്ഹാനല്ലാഹ്, ആരെന്തു ചോദിച്ചാലും ഇല്ല എന്നൊരു വാക്ക് ഖിദ്ർ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലില്ല. എന്തു ചോദിച്ചാലും കൊടുക്കുന്ന ആ നല്ല സ്വഭാവമായിരുന്നു. അതുപോലെ വലിയ ധർമ്മിഷ്ഠനായിരുന്നു ഖിദ്ർ നബി അലൈഹി ഇസ്ലാം. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ ഒരു യാചകൻ വന്നുകൊണ്ട് ഒരു സഹായം ചോദിക്കുന്നു. പക്ഷേ അന്നത്തെ ദിവസം ഖിദ്ർ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഖിദ്ർ നബി അലൈഹി ഇസ്ലാം യാചകനോട് പറഞ്ഞു, ഓ മനുഷ്യ, നീ വിഷമിക്കണ്ട, എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല. നീ എന്നെ കൊണ്ടുപോയി ചന്തയിൽ വിൽപ്പന നടത്തണം. കിട്ടിയ കാശ് കൊണ്ട്, ആ പൈസ കൊണ്ട് നിനക്ക് പോകാം. അങ്ങനെ ഈ മനുഷ്യൻ ഖിദ്ർ നബി അലൈഹി ഇസ്ലാമിനെ ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നു. കിട്ടിയ ക്യാഷ് കൊണ്ട് അയാൾ തിരിച്ചു പോകുന്നു. ആ ഖിദ്ർ നബി അലൈഹി ഇസ്ലാമിനെ വാങ്ങിയ ഒരാൾ ഒരു സ്വാലിഹായ, ഒരു വലിയ മഹാനായിരുന്നു, വലിയ പണക്കാരനായിരുന്നു. ആ മനുഷ്യൻ അടിമച്ചന്തയിൽ കിട്ടിയ ഖിദ്ർ നബി അലൈഹി ഇസ്ലാമിനെ വീട്ടിൽ കൊണ്ടുപോയി ഒരുപാട് പണികൾ, ജോലികൾ ഏൽപ്പിക്കുന്നു. പക്ഷേ എന്തോ ഒരു അത്ഭുതമായിട്ടാണ് ഈ യജമാനന് തോന്നുന്നത്. കാരണം ഏത് പണിയും കൃത്യമായ നിലക്ക്, വളരെ വ്യവസ്ഥിതമായ നിലക്ക് പൂർത്തിയാക്കാനുള്ള കഴിവ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ, ശരീരത്തിൽ കാണുന്നു. അങ്ങനെ ഒരു ദിവസം ആ യജമാനൻ ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഓ മനുഷ്യ, ഞാൻ ഒരു യാത്ര പോവുകയാണ്, അതുകൊണ്ട് തന്നെ നിന്നെ ഒരു പണി ഏൽപ്പിക്കുകയാണ്. അതായത് ആ കാണുന്ന കല്ലുകൾ അതൊക്കെയും ഈ സ്ഥലത്ത് കൊണ്ടുപോയി ഇടണം. അത് ഏകദേശം 10 ആളുകൾ എടുക്കേണ്ട പണിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് നീ ചെയ്യേണ്ട, സാവധാനത്തിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് ആ മനുഷ്യൻ, യജമാനൻ യാത്ര പോകുന്നു. വൈകുന്നേരമായി തിരിച്ചെത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ് 10 ആളുകൾ ചെയ്യേണ്ട പണി അത് ഒറ്റ ദിവസം കൊണ്ട് ഈ മനുഷ്യൻ ചെയ്തത് കണ്ടപ്പോൾ വളരെ അത്ഭുതത്തോടെ സുബ്ഹാനല്ലാഹ് ഖിദ്ർ നബി അലൈഹി ഇസ്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി. മറ്റൊരു ദിവസം ഈ ഖിദ്ർ നബി അലൈഹി ഇസ്ലാമിൻ്റെ അത്ഭുതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു പണി ഏൽപ്പിക്കുന്നു. ഖിദ്ർ നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നു, മനുഷ്യ, ഓ അടിമയെ, ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിന്നെ ഒരു പണി ഏൽപ്പിച്ച് ഞാൻ പോവാണ്. എന്താണ് പണി? അതായത് എൻ്റെ വീട്ടിൻ്റെ 4 ഭാഗത്തിനും ഒരു കമ്പൗണ്ട് നിർമ്മിക്കണം. ആ കമ്പൗണ്ടിന് കല്ലും മറ്റും സാവധാനത്തിൽ ചെയ്താൽ മതി, തിരക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ പണി ഏൽപ്പിച്ച് ആ യജമാനൻ ഒരൽപ്പം അപ്പുറം പോയി അങ്ങനെ ഒളിച്ചിരുന്ന് എങ്ങനെയാണ് ഈ പെട്ടെന്ന് ജോലി ചെയ്യുന്നത്, പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഒളിച്ചിരുന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഖിദ്ർ നബി അലൈഹി ഇസ്ലാം കല്ല് എടുക്കുന്നത് മാത്രം ആ കല്ല് താനായി ആ സ്റ്റെപ്പായി നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ ആ യജമാനൻ ഓടി വന്നുകൊണ്ട് ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾ സത്യം ചെയ്ത് പറയണം, നിങ്ങളാരാണ്? നിങ്ങൾക്കുള്ള ഈ അത്ഭുതം കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളാരാണ്? ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടിമത്വം മോചനം ചെയ്യാമോ, എന്നെ സ്വതന്ത്രമാക്കാമോ, എങ്കിൽ ഞാൻ ആരാണെന്ന് പറയാം. യജമാനൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, നിങ്ങൾക്ക് സ്വതന്ത്രനാക്കി നിങ്ങളെ ഞാൻ വിട്ടുതരാം, മോചിപ്പിച്ചു തരാം, നിങ്ങൾ ആരാണെന്ന് പറയണം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹി ഇസ്ലാം പറയുന്നത്, അന വല്ലിബ്നു ബൽഖാൻ, ഞാനാണ് നബിയുള്ളാഹി ഖിദ്ർ. ഇത് കേട്ടപ്പോൾ യജമാനന് വല്ലാത്ത വശം തോന്നി. റബ്ബേ, അള്ളാഹിൻ്റെ പ്രവാചകനായ ഒരു നബിയോടാണോ ഞാൻ ഇത്ര കാലം പണിയെടുപ്പിച്ചത്, ജോലി എടുപ്പിച്ചത്? വിഷമത്തോടെ മാപ്പ് ചോദിച്ചപ്പോൾ ഖിദ്ർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു, ചന്തയിൽ പോയി എന്നെ കിട്ടി, എന്നെ നിങ്ങൾ വാങ്ങി, എന്നെ പണിയെടുപ്പിച്ചു, അത് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എന്നെ സ്വതന്ത്രനാക്കി തരണം. യജമാനൻ പറഞ്ഞു, നിങ്ങൾ ഈ നാട് വിടേണ്ടതില്ല,
നിങ്ങൾക്ക് വലിയ കൊട്ടാരം ഈ നാട്ടിൽ ഞാൻ നിർമ്മിച്ചു തരാം. ഖദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇത് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അല്ലല്ലോ, നേരത്തെ എന്നെ സ്വതന്ത്രനാക്കി തരാമെന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് ആ കണ്ടീഷൻ മതി. സുബ്ഹാനല്ലാഹ്, യജമാനൻ ഖദർ നബി അലൈഹി സ്വലാമിനെ അടിമ മോചനം ചെയ്തു. ആ ഖദർ നബി അലൈഹി സ്വലാം യാത്ര തുടരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതാണ് അമ്പിയാക്കൾ, പാവപ്പെട്ട യാചകന്മാർ, പാവപ്പെട്ടവർ എന്തു ചോദിച്ചാലും അവർക്ക് സഹായിക്കുന്ന, അത് എങ്ങനെയാണെങ്കിലും സ്വന്തം ശരീരം വിട്ടാണെങ്കിലും സഹായിക്കുന്നൊരു സ്വഭാവം, അതാണ് അമ്പിയാക്കൾ, അതാണ് സ്വാലിഹീങ്ങൾ. അല്ലാഹു തആല ഖദർ നബി അലൈഹി സ്വലാമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.